മലയാളി പർവ്വതാരോഹകൻ നോർത്ത് അമേരിക്കയിലെ പർവ്വതത്തിൽ കുടുങ്ങി. ഷെയ്ഖ് ഹസൻ ഖാനാണ് മൗണ്ട് ഡെനാലിയിൽ കുടുങ്ങിയത്. പർവ്വതാരോഹകൻ അധികൃതരുടെ സഹായം തേടിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സുരക്ഷാ സേനയ്ക്ക് ആദരവ് അർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മൗണ്ട് ഡെനാലിയിലേക്ക് ഇയാൾ യാത്ര തിരിച്ചത്. വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിട്ടുമുണ്ട്. ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു, ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പുരോഗതി? ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ? വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം പരിശോധിച്ചു വരികയാണ്. ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, പിന്തുണ അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള ഇടപെടലുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നോർത്ത് അമേരിക്കയിലെ പ്രസിദ്ധമായ ഡെനാലി പർവ്വതത്തിലാണ് മലയാളി സഞ്ചാരിയായിട്ടുള്ള ഷെയ്ഖ് ഹസൻ ഖാൻ കുടുങ്ങിയിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കൊടുങ്കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. ആ കൊടുങ്കാറ്റിലാണ് 17,000 അടി ഉയരത്തിലുള്ള ക്യാമ്പിൽ, പർവ്വതത്തിന്റെ 17,000 അടി ഉയരത്തിലുള്ള ക്യാമ്പിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ഈ സഞ്ചാരി തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. അധികൃതരുടെ സഹായം ആവശ്യമാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഉടനടിയുള്ള ഇടപെടൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിലും ഒപ്പം വിദേശകാര്യ മന്ത്രിയുടെയും ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിട്ടുണ്ട്. നേരത്തെയും വിവിധ പർവ്വതങ്ങളിൽ ഇത്തരത്തിൽ ആ പർവ്വതങ്ങൾ കീഴടക്കിക്കൊണ്ട് റെക്കോർഡിട്ട വ്യക്തി കൂടിയാണ് നിലവിൽ നോർത്ത് അമേരിക്കയിൽ പർവ്വതത്തിൽ കുടുങ്ങിയിട്ടുള്ള മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായിട്ടുള്ള ചിലയിലെ ഒഗോസ് ദൽ സലാദോ എന്ന പർവ്വതം കീഴടക്കിയിട്ടുണ്ട്. കൂടാതെ മറ്റ് വിവിധ മേഖലകളിൽ ആഫ്രിക്കയിൽ കിളിമഞ്ചാരോ, വടക്കൻ അമേരിക്കയിലെ ഡെനാലി തുടങ്ങി വിവിധ പർവ്വത ആരോഹത്തിന് ശ്രമിക്കുകയും അത് കീഴടക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ സെക്രട്ടേറിയറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഇപ്പോൾ നോർത്ത് അമേരിക്കയിൽ പ്രസിദ്ധമായ ഡെനോളി പർവ്വതത്തിലാണ് കൊടുങ്കാറ്റിനെ തുടർന്ന് 17,000 അടി ഉയരത്തിലുള്ള ക്യാമ്പിൽ കുടുങ്ങിയിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അനു. ശരി ജിഷ്ണു.